ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുഞ്ഞിപ്പൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോ ആണ്. ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഏകദേശം 2 മാസമായി. അതായത് ഏപ്രിൽ 25-നായിരുന്നു കുഞ്ഞിൻ്റെ ബർത്ത്ഡേ. 27-നായിരുന്നു നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത്. അപ്പം കുറച്ച് നാളായല്ലോ, അതിന് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ചാനലിലെ എല്ലാ വീഡിയോസും ഞാൻ ഷൂട്ട് ചെയ്യുന്നതും അത് എഡിറ്റ് ചെയ്യുന്നതും എല്ലാം എൻ്റെ ഫോണിലാണ്. അപ്പോൾ ഇതിൽ സ്പേസ് ഇല്ലായിരുന്നു. അപ്പോൾ ആ ഫംഗ്ഷൻ്റെ സമയത്ത് വീഡിയോസും ഫോട്ടോസും ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കസിൻസും ബ്രദറും ഒക്കെയാണ് എടുത്തു തന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് സെൻഡ് ചെയ്ത് കിട്ടാൻ വേണ്ടി മൊബൈലിലൊന്ന് സ്പേസ് ആക്കി എടുത്ത് പിന്നെ അതൊക്കെ സെൻഡ് ചെയ്തൊരു വീഡിയോ ആക്കാൻ കുറച്ചധികം സമയം എടുത്തു. പിന്നെ മെയിനായിട്ട് വേറൊരു കാര്യം കൂടെ അതെന്താണെന്ന് വെച്ചാൽ, പ്രവീഷേട്ടനെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വല്യമ്മ നമ്മുടെ വീട്ടിലൊന്ന് വീണിരുന്നു. അപ്പോൾ കുഞ്ഞിൻ്റെ കുറുക്ക് ഇച്ചിരി നിലത്ത് കിടപ്പുണ്ടായിരുന്നു. അത് വല്യമ്മ കണ്ടതും കൂടിയാണ്. അതിൽ തെന്നി വീണ് ഇടുപ്പിൻ്റെ ഭാഗത്ത് എല്ലിന് ചെറിയ പൊട്ടലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. കുറച്ച് നാളത്തോളം വല്യമ്മ ഹോസ്പിറ്റലായിരുന്നു. വല്യമ്മ ഒരുപാട് ആഗ്രഹിച്ച് നേരത്തെ വീട്ടിൽ വന്നതാണ്. കുറച്ചധികം ദിവസം നിന്നിട്ട് ഈ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടിയൊക്കെ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ സംഭവിച്ചത്, നമുക്ക് ശനിയാഴ്ചയായിരുന്നു നമ്മൾ ഫംഗ്ഷൻ വെച്ചിരുന്നത്. വെള്ളിയാഴ്ചയാണ് വല്യമ്മ വീണത്. വെള്ളിയാഴ്ച ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് വീണത്. അപ്പം അത് കാരണം എല്ലാവരും ഭയങ്കര വിഷമത്തിലായിരുന്നു. പിന്നെ കുഞ്ഞിൻ്റെ ആദ്യത്തെ ഒരു കാര്യം കൂടി ആയതുകൊണ്ട് എല്ലാവരും ആ ഫംഗ്ഷൻ നടത്തണം തന്നെ പറഞ്ഞു. കാരണം വെച്ചാൽ എല്ലാം നമ്മൾ സെറ്റാക്കിയിരുന്നു. ഫുഡും കാര്യങ്ങളും എല്ലാം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ലാസ്റ്റ് മിനിറ്റിൽ ഈ ഒരു കാരണത്തിൽ വേണ്ടെന്ന് വെക്കേണ്ട എന്ന രീതിയിൽ നമ്മൾ പിന്നെ ഫംഗ്ഷൻ നല്ല രീതിയിൽ നമ്മൾ നടത്തി. അപ്പോൾ ഈ ഒരു കാര്യം ഉള്ളത് കൊണ്ട് ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്ത് എങ്ങനെ ഇടുന്നത് എന്നൊരു കാര്യം ഉള്ളത് കൊണ്ടാണ്, ആ ഒരു മടിയാണ് ഇത്രയും ഒരു കാലം എടുത്തത്. പിന്നെ എൻ്റെ വീടിനടുത്തുള്ളവരും ഫ്രണ്ട്സും ഒക്കെ ചോദിക്കുന്നുണ്ട്, നിൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേയുടെ വീഡിയോ ഇടുമെന്നാണ് പ്രതീക്ഷിച്ച്, എന്താ ഇടാത്തതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം അവർക്ക് വേണ്ടി പിന്നെ എനിക്ക് സ്വന്തമായിട്ട് ഒരു ചാനലുള്ളപ്പോൾ ഞാൻ അതിലിടണ്ടേ. അപ്പോൾ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമല്ലേ, നമുക്ക് സ്വന്തമായിട്ടൊരു ഉണ്ടെങ്കിൽ അതിനകത്ത് ഇടുന്നതിന് തെറ്റൊന്നും ഇല്ലെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഒരു സന്തോഷം കൂടിയാണ്. അപ്പോൾ കുഞ്ഞിൻ്റെ ആദ്യത്തെ ബർത്ത്ഡേയും കൂടിയല്ലേ. അപ്പോൾ ഞങ്ങളുടെ ഒരു ചെറിയൊരു ആഘോഷം അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്നും ചെറിയൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ പലരും എടുത്തു തന്നുകൊണ്ട് അത് ഫോൺ നേരെ പിടിച്ചും ഇങ്ങനെയൊക്കെ ആക്കിയാണ് വീഡിയോ എടുത്തത്. അപ്പം വീഡിയോയിൽ ഇച്ചിരി കാഴ്ചയിലൊരു ഭംഗിക്കുറവൊക്കെ തോന്നും. അപ്പോൾ അതൊന്ന് ക്ഷമിച്ച് കളയാം. അപ്പോൾ അത് തന്നെ പറയട്ടെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ക്രാഫ്റ്റ് വീഡിയോസ് അതൊക്കെ ചെയ്യാൻ ഇച്ചിരി സമയം വേണം. അത് കുറച്ചൊരു ബ്രേക്ക് കൊടുത്ത് വെച്ചേക്കുകയാണ്. ചെറിയ ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നേക്കുന്നതുകൊണ്ട് അതിനൊരു ബ്രേക്ക് കൊടുത്തിട്ടാണ് ഞാൻ ഈ വ്ലോഗ് പോലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് പുറകെ വരുന്നതാണ്. അപ്പം ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് ഒരു കുഞ്ഞ് ആഘോഷത്തിൻ്റെ വീഡിയോ ആട്ടോ. അതായത് ഏപ്രിൽ 25-ന് തന്നെ നമ്മളൊരു കുഞ്ഞ് കേക്ക് കട്ട് ചെയ്തിട്ട് ആഘോഷിച്ചു. അപ്പോൾ കുഞ്ഞിൻ്റെ കാര്യമായതുകൊണ്ട് നമ്മൾ അതും ഒഴിവാക്കിയില്ല. വലിയൊരു ഫംഗ്ഷനായിട്ട് നടത്തുന്നുണ്ടെങ്കിൽ പോലും അന്നേ ദിവസം തന്നെ കട്ട് ചെയ്യണമെന്ന് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അതിനായിട്ടൊരു കുഞ്ഞ് കേക്ക് ഏട്ടൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിലുള്ളവർ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കട്ട് ചെയ്ത് അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അവൾക്ക് മധുരം നല്ല ഇഷ്ടമായതുകൊണ്ട് അതൊക്കെ മേടിച്ച് കഴിക്കാനും ഒക്കെ അതുകൊണ്ട് കൈ കൊട്ടുന്നത് കണ്ടില്ലേ, ഭയങ്കര സന്തോഷമായിരുന്നു. സമയം ഇത്രയായിട്ട് ഞങ്ങൾ ഉറങ്ങിയില്ല. അതായത് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, വല്യമ്മയുടെ കാര്യം. അപ്പം ഞാനും അച്ഛനും കുഞ്ഞും മാത്രം ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ. പന്തലും ബാക്കി കാര്യങ്ങൾ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്യാനുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു കാര്യം വീട്ടിലുണ്ടായിരുന്നവരെല്ലാവരും ആശുപത്രിയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ആഹാരം പോലും കഴിച്ചില്ല. ഞങ്ങൾ അവരെ നോക്കി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു, ആശുപത്രിയിൽ ഓരോരോ കാര്യങ്ങൾ അറിഞ്ഞിട്ട്. നമ്മൾ ഡെക്കറേഷൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്തത് ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ അന്ന് രാവിലെയാട്ടോ. ഇതെൻ്റെ അനിയനാണ്. അവനെ ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞിനെ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാമ മാമ എന്ന് വിളിച്ചുകൊണ്ടിരിക്കും. പിന്നെ എൻ്റെ ഒരു കസിനും കൂടി ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ ഈ പമ്പ് വെച്ച് ബലൂണൊക്കെ വീർപ്പിക്കുന്നത് കണ്ടിട്ട് അവൾ തന്നെ ആ പമ്പൊക്കെ എടുത്ത് ബലൂൺ വെക്കുന്നതൊക്കെ കണ്ടു. അപ്പോൾ അവളെ കൊണ്ട് ചെയ്യിപ്പിച്ച് കാണാൻ വേണ്ടി ഞങ്ങൾ പിന്നെ വീഡിയോ എടുത്തതാണ്. പക്ഷേ ഒന്നുകൂടെ ചെയ്യാൻ പറഞ്ഞിട്ട് അവളിങ്ങനെ ചെയ്തൊന്നുമില്ല. പിന്നെ ഞങ്ങൾ കാണിച്ചൊക്കെ കൊടുത്തു. വേണ്ടൊക്കെ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് അത് പിന്നെ എടുത്തെറിയായിരുന്നു ചെയ്തിരുന്നത്.
അപ്പം നമ്മൾ കുറേ ബലൂണും കാര്യങ്ങളും എല്ലാം നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് ബർത്ത്ഡേ സെലിബ്രേഷൻ ചെയ്യാനുള്ള കിറ്റായിട്ട്. അപ്പം അതിനകത്ത് ഈ പമ്പും കുറേ ബലൂണും പിന്നെ ഒട്ടിക്കാനുള്ള കുറച്ച് സാധനങ്ങൾ അങ്ങനെ കുറേ സാധനങ്ങളായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓൺലൈനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്ന കിറ്റിനകത്ത് എല്ലാ സാധനങ്ങളും ഞങ്ങൾ ആ ഭിത്തിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നല്ല പണിയായിരുന്നു. പിന്നെ പുറത്തുനിന്ന് കുറേ അധികം ബലൂൺ വാങ്ങിയിട്ട് എന്ത് ചെയ്യണം എന്നറിയത്തില്ല എന്ന രീതിയിൽ പിന്നെ ഞങ്ങളിങ്ങനെ ഒരു ആർച്ചാക്കി എടുത്തതാണ്. അത് പിന്നെ അഴിഞ്ഞൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ സെല്ലോ ടേപ്പും പിന്നെ ആണിയൊക്കെ അടിച്ച് അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ കേക്ക് ജസ്റ്റ് ബേക്കിൽ നിന്നാണ് പറഞ്ഞേക്കുന്നത്. അവിടുന്ന് ഈ ഡോറ തീമിലുള്ള കേക്കാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അവൾക്ക് ഡോറ ബുച്ചി കാർട്ടൂൺ ഭയങ്കര ഇഷ്ടമാണ്. കാർട്ടൂൺ കാണിക്കാൻ തുടങ്ങിയൊന്നുമല്ല, അതിൻ്റെ സൗണ്ടൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെ ചിലപ്പോൾ ഇരുന്ന് കാണാറൊക്കെ ഉണ്ട്. പിന്നെ അതിനകത്ത് ചില ക്യാരക്ടേഴ്സിനെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. അവരുടെ സൗണ്ട്, അവരുടെ ആക്ഷൻസ് അങ്ങനെയൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ആ പടങ്ങളൊക്കെ ഉള്ള ആൾക്കാരെയൊക്കെ ഞങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ ഫംഗ്ഷൻ ഒരു 7 മണിക്കാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ പ്ലാൻ ചെയ്ത പോലെ നടന്നില്ല. കാരണം നമ്മൾ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിരുന്ന പയ്യന് വരാൻ വേണ്ടി വഴി തെറ്റിപ്പോയി. അപ്പോൾ അവൻ എത്തിയപ്പം താമസിച്ചു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ കേക്ക് റിവീൽ ചെയ്യുന്ന ഫോട്ടോ ഒക്കെ വീഡിയോ ഒക്കെ നമ്മൾ എടുത്തത്. അപ്പം അതിന് മുന്നേ നല്ല രീതിയിൽ ഒരു ഫോട്ടോ ഒക്കെ എടുക്കണം, നല്ല തെളിച്ചത്തിൽ ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചത് നടന്നില്ല. അപ്പം ഓരോ കാര്യങ്ങൾ ഓടി നടന്ന് ചെയ്യുന്നത് കൊണ്ട് ആകപ്പാടെ വിയർത്തുമൊക്കെ ഇരുന്നു. അതുകൊണ്ട് പുള്ളി ഫോട്ടോ എടുക്കാനും വന്നില്ല. അപ്പം നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി വന്നു. ഞാൻ അപ്പോഴേ ഇവരോടെല്ലാം പറഞ്ഞു ഈ പോപ്പോസ് കട്ട് ചെയ്യരുതേ, അല്ല പൊട്ടിക്കരുതേ. കാരണം നമ്മൾ മുറിക്കകത്ത് വെച്ചാണ്, അതായത് നമ്മൾ തിണ്ണയിലാണ് ഇതെല്ലാം ചെയ്തത്. അപ്പോൾ ഈ തൂത്തുവാരൽ തുടയ്ക്കലൊക്കെ ഭയങ്കര മെനക്കെട്ട പരിപാടിയായതുകൊണ്ട് അത് വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അവന്മാരാരോ അതെടുത്ത് പൊട്ടിച്ചു. എനിക്ക് നല്ല പണിയായിരുന്നു. കേക്കിനകത്ത് വീണു, മുറിയിൽ, തിണ്ണയിൽ, എനിക്കറിയത്തില്ല എവിടെല്ലാം അതിൻ്റെ പൊടികളും ഇതെല്ലാം വന്നിട്ടുണ്ടെന്ന് എനിക്കതിനെ അറിയത്തില്ല. എൻ്റെ കുഞ്ഞും എല്ലാവരും നല്ല ഹാപ്പിയായിരുന്നു. അവർക്ക് അത് ഇങ്ങനെ പൊട്ടി ചെതറി വരുന്നത് കാണാൻ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് എൻ്റെ നിലത്തുനിന്ന് വാരി കളിക്കുകയൊക്കെയായിരുന്നു. അപ്പം കേക്ക് കുറച്ചധികം അവൾ തിന്നിരുന്നു. അതുപോലെ മധുരമൊക്കെ അവൾക്ക് ഒത്തിരി. ഡോറയുടെ പടം കണ്ടപ്പോഴത്തേന് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഞാനും എൻ്റെ ഹസ്ബൻഡും കല്യാണം കഴിഞ്ഞ് ഫോട്ടോഷൂട്ടിനല്ലാതെ ഒരേ കളർ ഡ്രസ്സ് എങ്ങും ഞങ്ങൾ ഇട്ടുകൊണ്ട് പോയിട്ടില്ല. അത് ഞങ്ങൾ തമ്മിലുള്ള ഒത്തൊരുമ ഇല്ലായ്മ തന്നെയാണ്. കാരണം എനിക്ക് ഇഷ്ടപ്പെടുന്ന കളറ് ഏട്ടന് ഇഷ്ടപ്പെടത്തില്ല. അല്ലെ ഇന്നതിട്ടുകൊണ്ട് പോകാം എന്ന് ഞാൻ പറഞ്ഞാൽ പുള്ളിക്കത് പറ്റത്തില്ല. ഏട്ടന് എല്ലായ്പ്പോഴും ഇടാൻ വേണ്ടി ഇഷ്ടം കറുപ്പ് നിറത്തിലുള്ള ഷർട്ടാണ്, അല്ലെങ്കിൽ വെള്ള, ഇതിലേതെങ്കിലും കളറായിരിക്കും. അന്ന് കറുപ്പിടാമെന്ന് പറഞ്ഞപ്പം ഞാൻ കറുപ്പ് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ വെള്ള കളറിലോട്ട് എത്തിയത്. പിന്നെ കുഞ്ഞിന് ഇച്ചിരിയും കൂടെ കളറുള്ള ഡ്രസ്സ് എടുക്കണമെന്നായിരുന്നു ഞങ്ങളുടെ ഒരു ആഗ്രഹം. അതിന് നല്ല കളറ് തപ്പി ഞങ്ങൾ പോയിരുന്നു. അപ്പം ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഇട്ടപ്പോഴേ അവളങ്ങ് അഴിച്ചു മാറ്റാൻ വേണ്ടി ബഹളമായിരുന്നു. പിന്നെ ഓൺലൈനിലൊക്കെ നല്ല ഡ്രസ്സൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല റേറ്റായിരുന്നു. പിന്നെ ഇതേപോലത്തുള്ള ഡ്രസ്സൊക്കെ അവൾക്ക് ഇടാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് വെറുതെ നമ്മൾ മേടിച്ച് ഒരു ഇടിന് മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങളത് ഒഴിവാക്കിയതാണ്. കേക്ക് കെട്ടിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ അവസാനം കാവാലയ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കുഞ്ഞിന് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാണ്. അതിപ്പോൾ ടി വിയിൽ വന്നാലും നമ്മൾ ഫോണിൽ വെച്ചാലും ആ പാട്ട് കേട്ട് അവളവിടെ ഭയങ്കര തുള്ളലായിരിക്കും. അപ്പോൾ ഈ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്താണല്ലോ ഈ പാട്ട് കേട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്ന് തുള്ളും. അതുപോലെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവൾക്ക് ഒരുപാട് ഗിഫ്റ്റ് കിട്ടി. ആ ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്തെ വീഡിയോസൊന്നും ആരെങ്കിലും എടുത്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് കിട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേ വീഡിയോസും ഫോട്ടോസും എൻ്റെ ഫോണിൽ സപ്പോർട്ട് ആവുന്നില്ല. അതെന്താ പ്രശ്നമെന്ന് എനിക്കറിയത്തില്ല. സപ്പോർട്ടാകുന്ന ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെയും ഏട്ടൻ്റെയും ഫാമിലി. അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ നിന്നിരുന്നത് നാത്തൂൻ്റെ മോളാണ്. ചേച്ചി അപ്പോൾ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പം പരിപാടിയെല്ലാം അവസാനം നമ്മൾ നല്ല രീതിയിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും എൻ്റെ ഫോണിൽ ഇപ്പോൾ സപ്പോർട്ട് ആവുന്നില്ല. വീഡിയോസും ഒന്നും ആവുന്നൊന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് നമ്മൾ കുറച്ച് പാട്ടൊക്കെ ഇട്ടിട്ട് പിള്ളേരെല്ലാം ഭയങ്കര ഡാൻസ് ആയിരുന്നു. ഇതെൻ്റെ ചേച്ചിയുടെ മോളാണ്. ഈ പച്ച ഉടുപ്പിട്ടിരുന്നത് ഏട്ടൻ്റെ കസിൻ്റെ മോളാണ്. വേദ എന്നാണ് പേര്. നമ്മൾ കുഞ്ഞാറ്റാന്ന് വിളിക്കും. കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇതെൻ്റെ ഫാമിലി പോകാൻ നേരത്ത് പെട്ടെന്ന് ഓടിപ്പോയി ഫോട്ടോ എടുത്താണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബായ്.